ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാട്ടാ. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടാ. അപ്പോൾ മുൻവശത്തേക്ക് ഉണ്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ജോലി, ഇവിടെ തക്കിടു നമ്മളെ ചിന്നുവിൻ്റെ പെണ്ണാട്ടാ. രണ്ട് പെണ്ണും രണ്ട് ആണും കേട്ടാ. ചിന്നൂന് ഭയങ്കര ചെകലുകളാണ്. ഇത് നല്ലൊരു സ്വഭാവമുള്ള കേട്ടാ. ഇത് വണ്ടിയൊക്കെ അടിച്ചിട്ട് രണ്ട് കയ്യും ഇങ്ങനെ കുഞ്ഞിക്കോനൻ്റെ പോലെയൊക്കെ ഇരുന്നിട്ടാ. ഇപ്പൊക്കെ ഇവിടെ ഒക്കെ വന്നൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ആളൊക്കെ ഒന്ന് ഉഷാറായി. ഇള്ളേലൊരു ശേഷിയില്ലാത്ത ഇരുന്നിട്ടത്. അപ്പോൾ പകൽ ഫുള്ളും ഇവിടുത്തെ വിറ്റത്തുണ്ടാവും കേട്ടാ. ഒരു ഇത്തിരിയൊക്കെ വേണ്ടുള്ളൂ കഴിക്കാനൊക്കെ. പിന്നെ മറ്റവരൊക്കെ ഭയങ്കര ചെതലുകളാണ്. ഇപ്പോഴും ഈ മക്കളായിട്ട് ചിന്നു നടക്കുക കേട്ടാ. എന്താ കുട്ടികളോടുള്ളൊരു ഇഷ്ടം വെച്ചിട്ട് എപ്പോഴും. അപ്പം ഇന്ന് രാവിലത്തെ ഒന്നും കിച്ചൺ വീഡിയോ ഒന്നുമില്ല കേട്ടാ. അപ്പം നമുക്ക് ഒരു ബ്ലൗസ് ഏട്ട അടിച്ചതാട്ടാ. അപ്പോൾ അത് എന്നോട് പറഞ്ഞ് തുന്നിയിട്ടൊന്ന് തേച്ചിട്ട് കൊടുക്കണം പറഞ്ഞ്. അപ്പോൾ ഭയങ്കര കനം കുറഞ്ഞൊരു തുണിയാണ് കേട്ടാ. പട്ട് പോലത്തെ തുണിയാണ്. അപ്പോൾ എനിക്ക് പേടി ഒരു എന്നോട് പറയുകയും ചെയ്ത് അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ, തേക്കുമ്പോൾ ചൂട് കൂടരുതെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ സ്വിച്ചൊന്നും ഇട്ടിട്ട് പിന്നെ അവിടെ ഓഫാക്കി കണ്ടാ. ഈ പെട്ടി പുതിയ പെട്ടിയായി കാരണം എനിക്ക് ഇനി എങ്ങോട്ട് തിരിച്ചാലും അത് കുറേ കൂടുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ സ്വിച്ച് ഓഫാക്കിയിട്ടിട്ടാണ് കേട്ടോ. പിന്നെ ആ ചൂട്ടിലാണ് കേട്ടോ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ വിത്ത് ബ്ലൗസാട്ടാ. അപ്പോൾ അതിൻ്റെ സാരി ഉണ്ട്, അതിൻ്റെ ഒരു തല അടിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അടിച്ചിട്ട് അത് മടക്കി വെച്ച് ഈ ബ്ലൗസ് ഒന്നിട്ട് തേച്ചിട്ട് കൊടുക്കാൻ വെച്ചിട്ട് അതൊന്ന് തേച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അന്ന് നമ്മൾ ബജിമുളകും മുളകുകളൊക്കെ തയ്യൊക്കെ നട്ടില്ലേ. അപ്പം അന്ന് തൈ ഞാൻ നടുമ്പോൾ അതിൽ ചാണകപ്പൊടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പം അടിയിൽ നമ്മൾ കവറിൽ കരിയില നിറച്ചിട്ട് പിന്നെ സാധാ മണ്ണാണ് ഇട്ട് കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അജി ചേച്ചിയോടെ പോയിട്ട് കുറച്ച് സ്ലറി കൊണ്ടുവരണം. ഈ പശുവിൻ്റെ അവിടെ സ്ലറി ഉണ്ട് കേട്ടോ. ഗ്യാസൊക്കെ കത്തിക്കുക, അവർ ചോറൊക്കെ വെക്കുക ഈ ഗ്യാസിൽ നിന്നാണ്. അപ്പോൾ അടുത്തുള്ളവരും ഒക്കെ ആവശ്യക്കാരും ഒക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ അതിലൊരു പാത്രം കൊടുന്ന് വെച്ചാൽ ഒരു കപ്പ് സ്ലറി എടുത്താൽ അത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആണ്ട ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ആ ഒരു തുള്ളിൻ്റെ കിട്ടിയ ഈ തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വരും. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് ഉള്ളിത്തോല് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കവറിൽ തന്നെ വെച്ച്. അപ്പോൾ അതൊന്നിങ്ങനെ നല്ല അതിൽ തന്നെ ഇരുന്നിട്ടൊന്നിങ്ങനെ ചീഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചിട്ട് കൊടുത്തിട്ട് ഈ സ്ലറിയും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ തൈകൾ. അപ്പോൾ ആ പരിപാടി ഉണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും സമയമില്ല. അപ്പോൾ വൈകിട്ട് ചേച്ചിയുടെ കൂടെ ഒന്നും പൻപാട് വരെ പോകാണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ മേടിക്കാണ്ട് പറഞ്ഞ് നമ്മളെ ഫാൻസിയിൽ നിന്ന്. അപ്പോൾ അതിന് ചേച്ചിയുടെ കൂടെ പോകാണ്ട്. അപ്പോൾ ഇന്ന് മത്തി കേട്ടോ കറി വെച്ചത് രാവിലെ. പിന്നെ പയർ തോരനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മത്തിക്കറി മോന് പറ്റില്ല കേട്ടോ. അപ്പോൾ ഓനിങ്ങി കഴിക്കാൻ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം. 4 മണിയാകുമ്പോഴേക്ക് വരുള്ളൂ. അപ്പോൾ ഈ പാത്രം ഇട്ടാ നമ്മളെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കഴുകുമ്പോൾ ഒഴിക്കുന്ന അതായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടാ മുളകും തൈയൊക്കെ നല്ല ഉഷാറായിട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ കുറച്ച് ഈ ഇതിന് ആ ഉള്ളിത്തോലും കുറച്ച് സ്ലറി കണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നാണ്ട് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുക കേട്ടോ. അപ്പോൾ സ്ലറി എങ്ങനെ എന്താണെന്നൊന്നും ഇപ്പോൾ ചില കൂട്ടുകാർക്കൊന്നും അറിയണ്ടാവില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ അവരെ തൊഴുത്തിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കലക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് അടച്ചിട്ടൊക്കെ വെച്ചെടുക്കുക കേട്ടോ. ആയും പൂച്ചയൊക്കെ വീഴണ്ട വെച്ചിട്ട്. അപ്പോൾ പോരുന്ന വഴിക്ക് തന്നെ നമുക്ക് പച്ചമുളക് പാവാൻ തന്നതാട്ടാ അപ്പുറത്തുള്ള. അപ്പോൾ നല്ല മുളകാണ്, ചീനമുളകിൻ്റെ കുറച്ച് കട്ടിയുള്ള സൈസ്.
അപ്പോൾ ഒന്ന് പാവണം. നല്ല ഉണ്ടായി നിൽക്കൂട്ടാ, പല സ്ഥലത്തും ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് നമ്മളെ മേലെ ഉണ്ട് കേട്ടാ, ഉഷാറായിട്ട് വരികയുണ്ട്. എന്നാലും പാവി വയ്ക്കാൻ മുളകും തൈ പിടിച്ച് കിട്ടിയ രക്ഷപ്പെട്ടല്ലോ. അപ്പം ഞാൻ മോൻ വരുമ്പോഴേക്ക് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കുക കേട്ടാ. പിന്നെ ഒരു വഴുതനങ്ങ എടുത്തിട്ട് ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓംലേറ്റും പിന്നെ ഈ വഴുതനങ്ങ പൊരിച്ചതും പിന്നെ ഒരു കറിയൊന്നും ഇല്ലെങ്കിലും ഒരു സവോള കുറച്ചിങ്ങനെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് പുളിങ്ങിയും ഉപ്പും മുളകും പൊടിയൊക്കെ ഒന്നിങ്ങനെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ അത് ഇഷ്ടമാട്ടാ. അപ്പോൾ അത് മതി, കുറേ വിഭവങ്ങൾ വേണമെന്നൊന്നുമില്ല കേട്ടാ. ഒന്നും വേണ്ട, ഒരു ചമ്മന്തി, ഒരു പുളി തിരുമ്പിയത്, ഒരു കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മതി കേട്ടാ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ വഴുതനങ്ങയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടാ. അത് നമ്മൾ മേലെ നിന്ന് പൊട്ടിച്ചില്ലേ, അത് ആ ഫ്രിഡ്ജിൻ്റെ ആ ബോക്സിൽ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ മീൻ എന്നും കിട്ടണ കാരണം പിന്നെ അതിനൊന്നും അങ്ങോട്ട് നിന്നിട്ടില്ല. അപ്പോൾ അതിന് രണ്ടെടുത്തിട്ട് വേഗം ഞാനൊന്ന് മസാല തേച്ചതാട്ടാ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ വീഡിയോ എടുത്തില്ലല്ലോ, അപ്പം ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ എന്താ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാ. അപ്പം അങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇതുവരെ കണ്ട എല്ലാവർക്കും വീണ്ടും ഞാൻ നന്ദി പറയാണ്. അപ്പം ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. നമുക്ക് ഈ സപ്പോർട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ഈ വീഡിയോ ഇടുക കേട്ടോ. അല്ലാതെ യൂട്യൂബ് കണ്ട് നമ്മളെന്നും കൊണ്ട് അംഗീകരിക്കണില്ല. എന്താ ചെയ്യുക, വരൂല്ലേ, വരും ദാസ, നമുക്കൊരു സമയം അല്ലേ. അങ്ങനെ ഞങ്ങൾ മാമൻ്റെ മോൻ മരിച്ചല്ലോ, അവിടെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നിട്ടാ. ദീപനെയൊക്കെ കണ്ടു, കുട്ടികളെയും ഒക്കെ. അപ്പോൾ ഇന്നാണ് അവിടുത്തെ അസ്ഥി പറക്കലൊക്കെ ഇട്ടാ. അപ്പോൾ ഇന്നലെ ഞാനും ചേച്ചിമാരൊക്കെ കൂടിയിട്ട് ഒന്നവിടെ പോയി വന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ ചെയ്യല്ലേ, മനസ്സിന് സഹിക്കാനുള്ളൊരു ശക്തി കൊടുക്കട്ടല്ലേ. പിന്നെ ജോലി ഒക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ കുറച്ച് കണ്ട് കഴിഞ്ഞാൽ അധികം താമസിക്കാതെയൊക്കെ ജോലിക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഉള്ള പണിയും പോവില്ലേ, അവർക്ക് ജീവിക്കണ്ടേ. പിന്നെ പണ്ടത്തെ പോലെ ഇങ്ങനെ വീട്ടിലിങ്ങനെ അടഞ്ഞിരുന്നാൽ നമുക്ക് വല്ല പ്രാന്തൊക്കെ വരുമല്ലേ. ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിട്ട് അതിലേക്കും നമുക്ക് ആളുകളുള്ളിടത്ത് ഇങ്ങനെ പണിയായാലും അതൊക്കെ ആൾക്കാരുള്ളിടത്തൊക്കെ കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിന് പിന്നെ ഒരു ധൈര്യം വരല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് തിന്നുമ്പോൾ ഒരെണ്ണത്തിന് വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ ഇന്ന് ബേക്കറിയിൽ പോയപ്പോൾ എല്ലാം ഒന്നും കിട്ടിയില്ല കേട്ടാ, അവിടെ ഒന്നും പണിയില്ല. അപ്പം ഞാൻ എല്ലാം കൂടിയിട്ട് എല്ലിൻ്റെ കൊണ്ടുവരുന്ന സമയമായപ്പോൾ എല്ലാം വന്നപ്പോൾ ഞാൻ എല്ല് കൊടുക്കാമല്ലേ. അപ്പം ഞാൻ വേഗം കുറച്ച് ചോറ് ചേർത്തിട്ട് വെച്ച് കൊടുത്താട്ടാ. അപ്പം എല്ലാവരും തിന്ന് പള്ളറച്ചിട്ട് ഓരോരുത്തർ പോണ്. അപ്പം അങ്ങനെ പിന്നെ പനമ്പാട് പോയതാട്ടാ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ചേച്ചിക്ക് അങ്ങനെ കൂടെ പോയതാണ്. അപ്പോൾ ഇങ്ങനെ പറ്റിയ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ചതാട്ടാ. അപ്പോൾ ചെറിയൊരു ഷോപ്പാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഒരു വീട് താമസിക്കാൻ പോകുക വെച്ചെങ്കിൽ മേടിക്കാനുള്ള ഒട്ടുമിക്ക എല്ലാ സാധനം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. നാളെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ആളെ പോകണം. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.